അപ്പോസ്തലനായ പത്രോസ് ഇങ്ങനെ ഒരു വേദഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. പത്രോസ് ചിലരെ വിളിക്കുന്ന ഒരു പേര് 2 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ ഞാൻ വായിക്കുന്നു. 2 Peter chapter 1 verse 9. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. 2 പേര് വിളിക്കുന്നുണ്ട്. ഒന്ന് കുരുടൻ, വേറൊരു പേര് ഹ്രസ്വദൃഷ്ടിയുള്ളവൻ. 2 പേര്. ഈ പേര് വിളിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് നമ്മളതിൻ്റെ മുകളിലോട്ടുള്ള വേദഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഹ്രസ്വദൃഷ്ടി, നമുക്കറിയാം ഹ്രസ്വദൃഷ്ടി, ഷോർട്ട് സൈറ്റഡ്നെസ്. പിന്നെ കുരുടൻ എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാനേ വയ്യ, എല്ലാം ഒരു മങ്ങലായിട്ടാണ് കാണുന്നത്. ആരെക്കുറിച്ചാണിത് പറയുന്നത്? അതിൽ നമ്മളതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ, വർദ്ധിക്കുമാറാകട്ടെ എന്ന് നമ്മളവിടെ വായിക്കുന്നു. അപ്പോൾ ഈ കുരുടനാകാൻ, ഷോർട്ട് സൈറ്റഡ് ആകാനുള്ള ഒന്നാമത്തെ കാരണം ദൈവത്തെക്കുറിച്ചും പിതാവായ ദൈവത്തെക്കുറിച്ചും നമ്മുടെ രക്ഷകനായ യേശു കർത്താവിനെക്കുറിച്ചുമുള്ള ശരിയായ അവബോധമില്ലാത്തവർ, പരിജ്ഞാനമില്ലാത്തവർക്ക് ഇങ്ങനെ അന്ധത പിടിക്കുന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. കാരണം എന്താണ്? ഈ പരിജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു കർത്താവുമായിട്ട് ആയിട്ടുള്ള ഇൻറ്റിമസി, ഒരു ഇൻറ്ററാക്റ്റീവ് റിലേഷൻഷിപ്പ്, യേശു കർത്താവുമായിട്ട് ദൈവവുമായിട്ടുള്ള അടുപ്പം. നമ്മളിന്ന് പാടിയതുപോലാണ്, അതേ അർത്ഥമുള്ള പാട്ടുകളാണ് നമ്മൾ പാടിയത്. കർത്താവുമായിട്ടുണ്ടാകുന്ന ഒരു ഇൻറ്റിമേറ്റ്, ആത്മാർത്ഥമായ ഒരു ബന്ധം, അതിനെയാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നതോ അറിയുന്നതോ യേശു കർത്താവ് വിശ്വസിക്കുന്നതോ അല്ല. അതൊരുപാട് പേർ യേശുവിനെ അറിയുന്നുണ്ട്, കേട്ടിട്ടുണ്ട്, ചിലരൊക്കെ വിശ്വസിക്കുന്നു. എന്നാൽ ശരിയായ പരിജ്ഞാനം ഉണ്ടായെങ്കിൽ മാത്രമേ, നമ്മളോട് വായിക്കുന്നു, കൃപയും സമാധാനവും നമ്മളിൽ വർദ്ധിക്കുകയുള്ളൂ. കൃപ, ഗ്രേസ് ആൻഡ് പീസ്, ദൈവത്തിൻ്റെ കൃപ. അതെന്തിനാണ് ദൈവത്തിൻ്റെ കൃപയെ നമുക്കറിയാം? നമ്മൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം നമ്മളെ ശക്തിപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. അതാ പൗലോസിന് പറഞ്ഞ, എൻ്റെ കൃപ നിനക്ക് മതി. ഏത് പ്രതിസന്ധിയിലും നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ വർദ്ധിക്കണം. സമാധാനം നമ്മളിൽ വർദ്ധിക്കണം. അതിന് ചെയ്യാനുള്ള ഒരു കാര്യമേ ഉള്ളൂ: ദൈവത്തെക്കുറിച്ചും യേശു കർത്താവിനെക്കുറിച്ചുമുള്ള പരിജ്ഞാനം നമ്മളിൽ വർദ്ധിക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മളുടെ കൃപയും സമാധാനവും വർദ്ധിക്കുന്നത് എന്ന് കാണുന്നു. അപ്പം നമ്മൾ കുരുടനായിരിക്കാൻ അല്ലെങ്കിൽ കാഴ്ചയില്ലാതായിരിക്കാനുള്ള ഒരു കാരണം ദൈവത്തെക്കുറിച്ച്, യേശു കർത്താവിനെക്കുറിച്ച് വേണ്ട നിലയിൽ നമ്മൾ മനസ്സിലാക്കാത്ത സാഹചര്യമാണ് ഒന്നാമത്. രണ്ടാമത് കാണുന്നത്, അതിനെ 3-ാം വാക്യം അത് വായിക്കാമോ? വേഴ്സ് 3. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ചിലരെ കുരുടൻ അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി ഉള്ളവനെന്ന് വിളിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഈ ദിവ്യ ശക്തിയെക്കുറിച്ച്, ഡിവൈൻ പവറിനെ കുറിച്ച് അറിവില്ലാത്തവരാണ്. എന്താണ് ഡിവൈൻ പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ദൈവത്തിന് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സകലത്തെയും ജയിച്ച അധികാരിയായ യേശു കർത്താവിൻ്റെ അധികാരമാണ് ഡിവൈൻ പവർ എന്ന് പറയുന്നത്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശു കർത്താവിനെ ഉയർപ്പിച്ച ആ ദൈവശക്തി, പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ് ദിവ്യശക്തി എന്ന് പറയുന്നത്. പലർക്കും വിശ്വാസത്തിലാണ് ഈ ദിവ്യശക്തി എന്താണെന്ന് അനുഭവിച്ചറിയുവാൻ കഴിയാത്തവരുണ്ട്. ദൈവത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. ഇതാണ് ദൈവശക്തി. നമ്മളിന്ന് പലതിനെയും ഭയപ്പെട്ട് ജീവിക്കുന്നതാണ്. പിശാചിനെ പേടി, കൂടോത്രം ചെയ്താൽ അത് പേടി, ഇങ്ങനെയുള്ള 100 കൂട്ടം കാര്യങ്ങളെ പേടിച്ച് ജീവിക്കുന്നതിൻ്റെ കാര്യം ഈ ദിവ്യശക്തി എന്താണ്? മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചവനായ യേശു കർത്താവിനെ ഉയർപ്പിച്ച ആ ദിവ്യശക്തി, പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ അനുഭവിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ദൈവത്തിൻ്റെ ദാസൻ അവരെ വിളിക്കുന്നത് കുരുടൻ അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടിയുള്ളവൻ എന്ന് പറയുന്നത്. നമ്മൾ നോക്കുക, പിന്നീട് എന്താണ് അതിൻ്റെ 4-ാം വാക്യം ഒന്ന് വായിക്കാമോ? അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അതെ, നമ്മളിവിടെ കാണുന്നത് മുൻപത്തെ വാക്യത്തിൽ വായിച്ചതിന് മഹത്വത്താലും വീര്യത്താലും വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നൽകി തരുന്നു. ജീവനും ഭക്തി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ 2
കമ്പാർട്ട്മെൻറ്റുകളായിട്ടാണ് ചിന്തിക്കുന്നത്. ഒന്ന് ജീവിക്കാനുള്ള ഒരു കൃപ, ജീവിക്കാനുള്ള ആവശ്യമായി അത് ആഴ്ചയിൽ 6 ദിവസം, 7ാമത്തെ ദിവസം ഒരു ഭക്തി, ഇങ്ങനെ 2 കമ്പാർട്ട്മെൻറ്റുകളായിട്ട് കാണേണ്ട കാര്യമല്ല. ദൈവത്തിൽ പറയുന്നത് ഇങ്ങനെ ഭക്തിയോട് കൂടിയുള്ള ഒരു ജീവിതം, ഗോഡ്ലി ലൈഫ് ആൻഡ് ഗോഡ്ലിനെസ് ആർ ഗോയിങ് ടുഗെദർ. ഭക്തിയോട് കൂടിയുള്ള ഒരു ജീവിതം ചെയ്യുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുപോലെ നമ്മൾ കണ്ടത് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ, ദൈവവചനത്തെക്കുറിച്ച് പറഞ്ഞ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പത്രോസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്, ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് വിലയേറിയതാണ്, അത് അതിമഹത്തായതാണ്, പ്രഷ്യസ് ആൻഡ് മാഗ്നിഫിസൻറ്റ്. ഈ 2 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട്. ദൈവത്തിൻ്റെ വചനം വളരെ വിലയേറിയതാണ്, അത് ഏറ്റവും അതിമഹത്തായ കാര്യമാണ്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മാത്രമല്ല പിന്നെന്ത് ചെയ്യുന്നു, ഇവയാൽ നിങ്ങൾ ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് നമ്മളെ ഓരോരുത്തരെയും കൂട്ടാളികളാക്കുവാൻ പ്രാപ്തമായതാണ് ദൈവത്തിൻ്റെ വചനം. നമുക്കത് വിശ്വസിക്കാൻ കഴിയുമോ? ദിവ്യ സ്വഭാവം എന്ന് പറയുമ്പോൾ അറിയാം, കർത്താവിൻ്റെ സ്വഭാവത്തിൻ്റെ ഏറ്റവും പ്രത്യേകത ദിവ്യ സ്നേഹം, അഗാപ്പേ സ്നേഹം, പരിധിയില്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന ദിവ്യ സ്നേഹം. ആ സ്നേഹത്തിൻ്റെ കൂട്ടാളികളായി തീരുവാൻ, പാർട്ടേക്കേഴ്സായി തീരുവാൻ ഈ വിലയേറിയതും അതിമഹത്വമായ വചനങ്ങളെ ദൈവം നമുക്ക് നൽകിയത്. ഞാൻ ഈ പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയെ കുരുടൻ അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി ഉള്ളവനെന്ന് പറഞ്ഞാൽ, ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കാത്ത വ്യക്തികൾ, അവരെക്കുറിച്ച് പറയുകയാണ് അവർ കുരുടരാണ്, അവർ ഹ്രസ്വദൃഷ്ടി ഉള്ളവരാണെന്ന് വായിക്കുന്നു. ഈ ഒന്നാമത്തെ കാര്യം നമ്മൾ കണ്ടു, ഈ വചനത്തിൻ്റെ പ്രാധാന്യം അത് ഏറ്റവും പ്രഷ്യസ് ആൻഡ് മാഗ്നിഫിസൻ്റ് ആണ്. രണ്ടാമത് കാണുന്നത്, അത് കർത്താവിൻ്റെ സ്വഭാവത്തോട് കൂട്ടാളികളാകുവാൻ, പാർട്ടേക്ക് ചെയ്യുവാൻ നമ്മളെ ബലപ്പെടുത്തുന്നതാണ്. മൂന്നാമത് കാണുന്നു, ഈ ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ. ലോകത്തിൻ്റെ മോഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, നാശം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എസ്കേപ്പ് ഫ്രം ദ ലെസ്റ്റ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിൻ്റെ മോഹം നമ്മൾ നോക്കിക്കുക, നമ്മളിന്ന് സമൂഹത്തിൽ നോക്കിയാൽ എല്ലാ സമൂഹങ്ങളിലാകട്ടെ, സഭകളിലാകട്ടെ, കുടുംബങ്ങളിലാകട്ടെ, ദേശത്താണ് ഈ തിന്മയുടെ ഉറവിടം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മോഹങ്ങളാണ്, ലോകത്തിൻ്റെ മോഹങ്ങൾ. അതിനെക്കുറിച്ച് പറഞ്ഞ ഒബ്സസീവ് ഡിസയേഴ്സ് എന്നാണ് പറഞ്ഞത്. ഒബ്സസീവ്, നമ്മളെ ബലമായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന സ്വഭാവങ്ങൾ, നമ്മളെ ഗവേൺ ചെയ്യുന്ന ജഡത്തിൻ്റെ മോഹങ്ങൾ. അത് പക്ഷേ ദ്രവ്യാഗ്രഹമായിരിക്കാം, ജഡീയ മോഹങ്ങളായിരിക്കാം, അധികാരങ്ങളോടുള്ള താല്പര്യമായിരിക്കാം, സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള താല്പര്യമായിരിക്കും. ഇതെല്ലാം ചെയ്യുന്ന പറഞ്ഞാൽ ഒബ്സസീവ് ഡിസയേഴ്സാണ്, ലോകത്തിൻ്റെ മോഹങ്ങൾ. അത് നമ്മളെ എവിടെ കൊണ്ടെത്തിക്കുന്നു? നമ്മളെ നാശത്തിലേക്ക്, കറപ്ഷനിലേക്ക്, ഡിസിൻറ്റഗ്രേഷനിലേക്ക്, റോട്ടൺനെസ്സിലേക്ക്, തകർച്ചയിലേക്ക് നമ്മളെ കൊണ്ടുവന്നാണ് മോഹം. ഈ ദിവസങ്ങളിലെ വാർത്തകളൊക്കെ നമ്മൾ വായിക്കുകയാണെങ്കിൽ അറിയാം, പലയിടത്തും പോലീസുകാർക്ക് പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല. കാര്യം സമാധാനത്തിൻ്റെ അപ്പോസ്തലരായി ജീവിക്കേണ്ട ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ കയറി ഇറങ്ങാനേ ഇന്ന് പോലീസുകാർക്ക് സമയമുള്ളൂ. കാര്യം നിയമം പരിപാലിക്കേണ്ട കാര്യം. എന്തിൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ എല്ലാം റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജഡത്തിൻ്റെ മോഹങ്ങൾ, ലോകത്തിൻ്റെ മോഹം, അത് നാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവം പറഞ്ഞാൽ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണം, അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ കൊണ്ട് എന്ത് ചെയ്യണം? വിലയേറിയ അതിമഹത്വമായ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനം എന്ന് വാഗ്ദത്തങ്ങൾ പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് ഈ ടെമ്പറലായിട്ടുള്ള, താൽക്കാലികമായിട്ട് നമുക്ക് ലഭിക്കുന്ന വാഗ്ദാനം, നിനക്ക് അത് കിട്ടും, വഴി തുറക്കും, ദൈവം നിനക്ക് അത് തരും എന്ന് പറയുന്നത് മാത്രമാണോ? അതാണോ വാഗ്ദത്തം? ഏറ്റവും വിലയേറിയത്, ഏറ്റവും ശ്രേഷ്ഠമായത്, അത് നമുക്ക് ഈ ലോകത്തിൻ്റെ മോഹങ്ങളെ ജയിക്കുവാൻ തക്കവണ്ണം, അതിൻ്റെ ശക്തിയെ ത്യജിക്കുവാൻ തക്കവണ്ണം നമ്മളെ പ്രാപ്തരാക്കുന്നതാണ് ദൈവശക്തി എന്ന് പറയുന്നത്. ദൈവത്തിന് വചനം പറയുന്നത്, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തരുത്. ദ സിൻ ഷാൽ നോട്ട് ഹാവ് ഡൊമീനിയൻ ഓവർ യു. നമ്മുടെ മേൽ പാപത്തിന് ശക്തി വരുവാൻ, അതിനെ നമ്മളെ ഗവേൺ ചെയ്യാനുള്ള അധികാരമില്ല. കാര്യം നമ്മൾ കൃപയ്ക്ക് അധീനരാണ് എന്ന് നമ്മളെക്കുറിച്ച് ദൈവം പറയുന്നു. നമ്മൾ വീണ്ടും കാണുന്നത് ഇൻഎഫക്റ്റീവ് ആൻഡ് അൺപ്രൊഡക്റ്റീവ്. ദൈവത്തിന് കാണും ഉത്സാഹമില്ലാത്തൊരു നിഷ്ഫലം. അതിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിക്കാമോ? അതുനിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ആമേൻ. നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയെ കുരുടൻ അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടിയുള്ളവെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം, നമ്മൾ ചില
കാര്യങ്ങളൊക്കെ സപ്ലിമെൻ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ദൈവത്തിന് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ സകല ഉത്സാഹവും കഴിക്കണം, സകല ഉത്സാഹവും കഴിക്കണം. ഫോർ ദിസ് വെരി റീസൺ മേക്ക് എവറി എഫേർട്ട് ടു സപ്ലിമെൻറ്റ് യുവർ ഫെയ്ത്ത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസം, ഒരിക്കലായിട്ട് പ്രാപിച്ച വിശ്വാസം അതേ നിലയിൽ നിൽക്കുവാനല്ല, അതിനോട് ചിലതൊക്കെ ആഡ് ചെയ്യുവാൻ, സപ്ലിമെൻറ്റ് ചെയ്യുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും. ഇന്നത്തെ സാധാരണക്കാരെ ആളുകൾക്കെല്ലാം അറിയാം, സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നവരാണ് അല്ലേ. കഴിഞ്ഞ ദിവസം ഒരു ഇലക്ട്രീഷ്യൻ ഒരിടയ്ക്ക് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സാറേ എനിക്ക് കിട്ടുന്ന പൈസയിൽ ഒരു നല്ല പങ്ക് ഞാൻ സപ്ലിമെൻറ്റ്സാണ് കഴിക്കുന്നു പറഞ്ഞു. അവൻ ചെയ്തോ, ഈ സാധാരണക്കാരെ ആളുകൾക്ക് അറിയാം വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ഇയും ഒക്കെ നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം സപ്ലിമെൻറ്റ്സ് കഴിക്കണമെന്ന് അറിയാമെങ്കിൽ നിത്യതയിലേക്ക് നമ്മളെ നിലനിർത്തുന്ന ദൈവത്തിൻ്റെ വചനത്തെ, ദൈവസ്നേഹത്തെ, നമ്മുടെ ആ ആത്മീയ ജീവിതത്തെ എത്രമാത്രം നമ്മൾ വളർത്തണം എന്നുള്ളതാണ് ദൈവത്തിന് വചനം പറയുന്നത്. നിങ്ങളുടെ വിശ്വാസത്തോടെ വീര്യം, സപ്ലിമെൻറ്റ് യുവർ ഫെയ്ത്ത് വിത്ത് മോറൽ എക്സലൻസ്. വിശ്വാസമുണ്ട് ശരിയാ, അതിനോടുകൂടി ഒരു ധാർമ്മികമായ മികവ്, ധാർമ്മികമായ അനുഭവത്തെ നമ്മൾ അതിനോട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വീണ്ടും പറയുന്നു, ആ ധാർമ്മികതയോട് എന്ത് ചെയ്യണം? പരിജ്ഞാനം, മോറൽ എക്സലൻസ് വിത്ത് നോളജ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാകണം. വിശ്വാസിയാണ് ഞാൻ, 20 വർഷമായി 50 വർഷമായി ആ നിലയിൽ നിൽക്കുവാനുള്ള വിശ്വാസത്തോട് മോറൽ എക്സലൻസ്, ധാർമ്മികത, ധാർമ്മികതയോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയം, സെൽഫ് കൺട്രോൾ. ഇന്ന് അനേകർക്ക് പറ്റുന്ന അപകടം ആ സെൽഫ് കൺട്രോളിൽ. ഇന്ന് ഈ അടുത്ത സമയത്ത് വാഹന അപകടങ്ങൾ ഒരുപാട് നടക്കുമ്പം മോട്ടോർ വാഹന വകുപ്പ് പോയി ഡ്രൈവറെ പിടിക്കുമ്പോൾ ഡ്രൈവർ പറയുന്നത്, സാറേ ഞങ്ങൾ വണ്ടി ഓടിച്ചു പക്ഷേ പിടിച്ചിട്ട് നിന്നില്ല, കൺട്രോൾ നഷ്ടപ്പെട്ടു. സ്ഥിരം പറയുന്നൊരു ഡയലോഗ്. കാര്യം എന്താ? കൺട്രോൾ പോയാൽ എന്താണ് ഉള്ളത്? അപകടം സുനിശ്ചിതമാണ്. അതാണ് പറഞ്ഞത്, ഇന്ദ്രിയ ജയത്തോടെ പരിജ്ഞാനത്തോടെ ഇന്ദ്രിയ ജയം ചെയ്യണം. ഇന്ദ്രിയ ജയത്തോടെ സ്ഥിരത വേണം, സ്ഥിരത, പെർസീവിയറൻസ്. നമുക്ക് ഇന്ദ്രിയജയം ഉണ്ടെന്ന് മാത്രമല്ല, അതിനോടുകൂടി ആഡ് ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ പെർസീവിയറൻസ്, സ്ഥിരത. പഴഞ്ചൊല്ലി പറയാറുണ്ട്, മുറ്റിയ മാനസാന്തരം 3 മാസത്തേക്കെന്ന് പറയാറുണ്ട് അല്ലേ. അങ്ങനെയുള്ള അവസ്ഥയിലല്ല, വർഷാവസാനത്തിൽ ഒരു ഉത്സാഹവും ഒരു സമർപ്പണവും 12-ാം തീയതി ആയപ്പോഴത്തേക്ക് കിടക്കുന്നു. ആ അവസ്ഥയിലല്ല. പെർസീവറൻസ്, സ്ഥിരതയോടുകൂടെ ആഡ് ചെയ്യുന്നതാണ് ഭക്തി, ഗോഡ്ലിനെസ്. ഭക്തിയോടുകൂടെ സഹോദരപ്രീതി. സഹോദരപ്രീതി എന്ന് പറഞ്ഞാൽ ബ്രദർലി അഫെക്ഷൻ. സഭായോഗത്തിന് വന്നാലും സഹോദരന്മാരാണ്, സഹോദരിമാരാണ്, കുടുംബമാണെന്നൊക്കെ അറിയാമെങ്കിലും ഷെയ്ക്കാൻ്റെ തന്നിലും മുഖത്ത് പോലും ഒന്ന് നോക്കാനുള്ള മനസ്സില്ല. കാര്യം എന്താ? നമ്മളെക്കുറിച്ച് പത്രോസ് വിളിക്കുന്നത്, നിങ്ങൾ കുരുടന്മാർ, ഹ്രസ്വ ദൃഷ്ടിയുള്ളവർ. കാര്യം ആ ബ്രദർലി അഫെക്ഷൻ, സിസ്റ്റർലി അഫെക്ഷൻ നമ്മൾ ഉണ്ടാകണം. ഓരോന്നിനോട് ആഡ് ചെയ്യാണ്, സപ്ലിമെൻ്റ് ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. സഹോദര പ്രീതിയോട് സ്നേഹം, ഒടുവിൽ കൊണ്ടെത്തുന്നത് ആഗാപ്പയിലാണ്. അതാണ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ആ സ്നേഹത്തോട് അനുരൂപപ്പെടുവാൻ നമുക്ക് കഴിയണം. അതാണ് പൗത്രോസ് പറഞ്ഞത്, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കില്ല. ഇൻഎഫക്റ്റീവ് ആൻഡ് അൺപ്രൊഡക്റ്റീവ്. ഇന്ന് അനേകരുടെ ക്രിസ്തീയ ജീവിതം നോക്കിയാൽ വിളിച്ച ഒരു സമയത്തൊരു ഉത്സാഹം ഉണ്ടായിരുന്നു, ഇപ്പം പഴയതുപോലുള്ള താല്പര്യമില്ല. സാജു മാത്യു എന്ന് പറഞ്ഞ ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട്, എന്തോ പറയാനാ ബ്രദറെ, പെട്ടുപോയെന്നാണ് പറയുന്ന ആളുകൾ അല്ലേ. പെട്ടുപോയി ജീവിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള അനുഭവമല്ല. ദൈവത്തിന് പറയുന്നു, നിങ്ങൾ നിഷ്ഫലന്മാരും ഉത്സാഹമില്ലാത്തവരുമായിരിക്കില്ല. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ വചനത്തെ, ദൈവശക്തിയെ നമ്മൾ മനസ്സിലാക്കി കഴിയുമെങ്കിൽ. അതില്ലാത്തവനെ കുറിച്ചാണ് തുടർന്ന് പറയുന്നത്. ഇല്ലാത്തവരോ അവരൊന്നാമത് ഉത്സാഹമില്ലാത്തവരായിരിക്കും, നിഷ്ഫലന്മാരായിരിക്കും, അവർ കുരുടരായിരിക്കും, അവർ ഹ്രസ്വദൃഷ്ടിയുള്ളവരായിരിക്കും, ഷോർട്ട് സൈറ്റഡ് ആയിരിക്കും. കാര്യം തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നു. ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ഉദാഹരണം. നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ വളരെ വൃത്തിഹീനമായ അവസ്ഥയിൽ പല സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നവരായിരിക്കാം. ആകെ മുഷിഞ്ഞ വസ്ത്രവും, കുളിക്കാതെ, ഷേവ് ചെയ്യാതെ, തലമുടി വെട്ടാതെ, അശുദ്ധമായ വസ്ത്രം, ചില സമയത്ത് വിവസ്ത്രരായിട്ട് കിടക്കുന്ന ആളുകളൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അതിലൊരു ഒന്ന് ഇമാജിൻ ചെയ്യും, ധനികനായ ഒരു മനുഷ്യൻ അതുവഴി അപ്പോൾ ഇങ്ങനെ റോഡരികിൽ ഒരു സഹായവുമില്ലാതെ, ഒരു ഗതിയുമില്ലാതെ കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട് അവനോട് പറഞ്ഞു, നീ എഴുന്നേക്കാൻ പറഞ്ഞു. അവൻ എഴുന്നേറ്റു. അവനെ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നല്ല വൃത്തിയായിട്ട് അവനെ കുളിപ്പിച്ചു, അവനെ ഷേവ് ചെയ്തു, മുടിയൊക്കെ വെട്ടിച്ചു, നല്ല പുതിയ വസ്ത്രം കൊടുത്തു, അവന് നല്ല ആഹാരം കൊടുത്തു, അവന് നല്ല പെർഫ്യൂമൊക്കെ അവനെ അടിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ ഇനി അവിടേക്കല്ല വിടുന്നു, നിനക്ക് ഞാനൊരു കോട്ടേജ്, സ്വന്തമായിട്ടൊരു
ഭവനം ഞാൻ നിനക്ക് തരാൻ പോവുകയാണ്. അതിവിടെങ്ങുമല്ല, അത് മൂന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണെന്ന് വെച്ചോ. മൂന്നാറിലേക്ക് നിന്നെ കൊണ്ടുപോവുകയാണ്. അവിടെ നിനക്ക് ഒരു മനോഹരമായ ഭവനം നിനക്ക് തരാൻ പോവുകയാണ്. അപ്പോൾ ഇവനിതെല്ലാം കേട്ടിട്ട് ഒന്ന് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അവനെ കാറെ കയറ്റി ഇങ്ങനെ മൂന്നാറിലേക്ക് കൊണ്ടുപോകണമെന്ന് വെച്ചോ. പോകുന്ന വഴിക്ക് ഇവിടെ ചടയമംഗലത്തിൽ വന്നപ്പോൾ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവന് മേടിച്ച് കൊടുത്തു. അപ്പോൾ അവന് ഭയങ്കര സന്തോഷം. അവൻ ഈ കാറെല്ലാം ഒന്ന് നോക്കി, അവൻ ഈ കഴിക്കുന്ന ആഹാരത്തിൻ്റെ മഹത്വമൊക്കെ അവനൊന്ന് നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ അടുത്ത ചിന്ത, ഇനി എപ്പോഴാണ് എനിക്ക് ലഞ്ച് എവിടെ നിന്നായിരിക്കും? ബ്രേക്ക്ഫാസ്റ്റ് ഇതാണെങ്കിൽ ലഞ്ച് സൂപ്പറായിരിക്കും. അങ്ങനെ ഇവൻ ആഗ്രഹിച്ച് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇവൻ ആ പുള്ളോട് പറയുകയാണ്, അയ്യോ അങ്ങ് തന്ന ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് തന്ന ഉടുപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഇനി അടുത്ത് ലഞ്ച് എവിടെ നിന്നാന്നൊക്കെ ചോദിക്കുമ്പോൾ ക്ഷമയുള്ള മുതലാളിയാണെങ്കിൽ ഒന്നും പറയത്തില്ല. അല്ലെങ്കിൽ അവനോട് താടിക്ക് തട്ടും കൊടുത്ത് അവനെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടും. എടാ, നീ ഈ കാണുന്ന ചായയുടെയും കാപ്പിയുടെയും ദോശയുടെയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നീ എവിടെ നിന്നാണ് വന്നത്? നിന്നെ ഞാൻ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? അല്ലേ? ഇത് തന്നെയാണ് നമ്മുടെ ഈ കുരുടൻ അല്ല ഹ്രസ്വദൃഷ്ടിയുള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് പുറകോട്ട് കാണാൻ കഴിയത്തില്ല, മുൻപോട്ടും കാണാൻ കഴിയത്തില്ല. അവർ കാണുന്നത് എപ്പോഴും കഴിഞ്ഞ ഒരു ദിവസം, അല്ലെ കഴിഞ്ഞ ഒരു മാസം, അല്ലെങ്കിൽ 2024 ദൈവം എന്നെ സൂക്ഷിച്ചു. ഈ സഭകളിലൊക്കെ സാക്ഷ്യം പറയുന്ന വലിയൊരു പരിപാടിയുണ്ട്. എല്ലാവരും എഴുന്നേറ്റിട്ട് പറയുന്ന കാര്യമുണ്ട്. ആഴ്ചയിലും മാസത്തിലൊരിക്കലും കഴിഞ്ഞ ഒരാഴ്ചയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസം, കഴിഞ്ഞ ഒരു വർഷം ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു. പുതിയൊരു വർഷത്തിലേക്ക് പുതിയ പ്രതീക്ഷയോടെ ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നു. പുതിയ വർഷത്തിൽ ആവശ്യമായ നന്മ. അപ്പോൾ ഈ സാക്ഷ്യത്തിൻ്റെ എല്ലാം കണ്ടന്റ് എന്ന് പറഞ്ഞാൽ പുറകോട്ട് നോക്കുമ്പം പുറകെ കാണുന്ന ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസം അല്ലെ ഒരാഴ്ച, മുൻപോട്ട് നോക്കുമ്പോൾ കാണുന്നത് 2025. ഇത് രണ്ടും അല്ല ദൈവമക്കളെ നമ്മൾ കാണേണ്ടത്. ഹ്രസ്വദൃഷ്ടിയുള്ളവർ അങ്ങനെ ആയിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയ ഒരു വ്യക്തി, പ്രത്യാശയുള്ളൊരു വ്യക്തിക്ക് ദൈവത്തോട് പറയുക, കർത്താവേ, ഞാൻ ആയിരുന്ന അവസ്ഥ എന്തായിരുന്നു? പാപിയായി, ദോഷിയായി, ഒരു നന്മയ്ക്കും യോഗ്യനല്ലാതെ കിടന്ന എന്നെ അങ്ങ് സ്നേഹിച്ച് എന്നെ അങ്ങ് വിടുവിച്ചതാണ് കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മ. അത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ സാക്ഷ്യത്തിലും നമ്മുടെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും നമുക്ക് പറയാൻ, കർത്താവേ, ഞാനായിരുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ വിടുവിച്ചതിനാൽ നന്ദി. മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു വർഷമല്ല, 25 അല്ല, 26 അല്ല കാണാനുള്ളത്. കർത്താവിനോട് കൂടെ യുഗകാലമുള്ളൊരു വാസം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നു എന്നുള്ളൊരു പ്രത്യാശ. ഇതാണ് ദൈവമക്കളെ. ഹ്രസ്വദൃഷ്ടിയുള്ള വ്യക്തിക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുകയില്ല. അവർക്ക് കഴിയുന്നത് പുറകോട്ട് നോക്കുമ്പോൾ ചെറിയൊരു കാലഘട്ടം, മുൻപോട്ട് നോക്കുമ്പോൾ അതിനെക്കാട്ടിൽ ഒരു ചെറിയൊരു വർഷം. ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ളതല്ല. എന്നാൽ പാപികളായിരുന്ന, ദോഷികളായിരുന്ന നമ്മളെ വിടുവിച്ച് നമ്മളെ രക്ഷിച്ച കർത്താവിൻ്റെ സ്നേഹത്തെ ഓർക്കുന്നതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന, അതായിരിക്കട്ടെ നമ്മുടെ സാക്ഷ്യം. മുൻപോട്ട് പോകുമ്പോൾ യുഗകാലം ഈ ലോകത്തിലെ ജീവിതം എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും താൽക്കാലികമായ നശ്വരമായ ഒരു ചെറിയ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതിനപ്പുറത്തായിട്ട് യുഗകാലം ഒരിക്കലും പിരിയാത്തൊരു കാലഘട്ടം ദൈവത്തോട് കൂടെ എനിക്കുണ്ട് എന്ന് ചിന്തിക്കാൻ കഴിയുന്നതാണ് പ്രത്യാശ. ഈ രണ്ട് കാര്യങ്ങൾക്ക് ഇടയ്ക്കുള്ളതാണ് നമ്മുടെ ഈ ടെമ്പറൽ ലൈഫ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഒത്തിരി ഓർത്ത് വാവലാതിപ്പെട്ട് കരഞ്ഞ് നിലവിളിച്ച് ജീവിക്കേണ്ട കാര്യമില്ല. കർത്താവിൽ സമർപ്പിക്കുക. ദൈവത്തിൻ്റെ ദാസനായ പത്രോസ് പറയുന്നത്, ഇങ്ങനെയുള്ളവൻ, ഇത് മനസ്സിലാക്കാത്തവൻ, ദൈവത്തിൻ്റെ കൃപയെ മനസ്സിലാക്കാത്തവൻ, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തെ അറിയാത്തവൻ, വചനത്തിൻ്റെ മഹാത്മ്യത്തെ മനസ്സിലാക്കാത്തവൻ, ദൈവശക്തിയെ തിരിച്ചറിയാത്തവരായിരിക്കും ഹ്രസ്വദൃഷ്ടിയുള്ളവർ. ഷോർട്ട് സൈറ്റഡ് ആണ്. അവർക്ക് മുൻപോട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല എന്ന് നമ്മൾ വായിക്കുന്നു. ദൈവമക്കളെ, നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഹ്രസ്വദൃഷ്ടിയുള്ളവരായിരിക്കുവാനല്ല, ദീർഘദൃഷ്ടിയുള്ളവരായി. പഴയ ഗാനങ്ങളൊക്കെ പാടുമ്പോൾ നമുക്ക് എത്ര മനോഹരമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇന്നത്തെ പോപ്പുലർ സോങ്ങുകളെല്ലാം ഈ ലോകത്തിലെ താൽക്കാലികമായ ചില നന്മകളെ കുറിച്ച് മനുഷ്യരെ ഇമോഷണലാക്കി തീർക്കുന്ന പാട്ടുകളാണ്. എന്നാൽ ദൈവഭക്തന്മാർ എഴുതിയ പാട്ട് അമേസിംഗ് ഗ്രേസ് എന്നുള്ള പാട്ട് നമുക്കറിയാം. ദാറ്റ് സേവ്ഡ് എ റിച്ച് ലൈക്ക് മീ, ഐ വാസ് ലോസ്റ്റ്, ഐ വാസ് ബ്ലൈൻഡ്. ഞാൻ ദുഷ്ടനായിരുന്നു, പാപിയായിരുന്നു, ഞാൻ അന്ധനായിരുന്നു, എൻ്റെ കർത്താവ് എന്നെ വിടുവിച്ചു. വേറൊരു പാട്ടിൽ നമ്മൾ വായിക്കുന്നത്, ഐ വണ്ടർ ഹൗ ഹി കുഡ് ലവ് എ സിന്നർ കണ്ടംഡ് അൺക്ലീൻ. പാപിയായ, നാശയോഗ്യനായിരുന്ന, അശുദ്ധനായിരുന്ന എന്നെ വിടുവിച്ച എൻ്റെ കർത്താവ്. ഇതാണ് ഒരു ദൈവഭക്തൻ്റെ ജീവിതത്തിൽ പുറകോട്ട് നോക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയാൻ കഴിയുന്നത്. മുൻപോട്ട് നോക്കുമ്പോൾ എന്താണ് പറയുന്നത്? എൻ്റെ കർത്താവിനോട്. നമ്മൾ പഴയ പാട്ടുകൾക്ക് പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമില്ലിനീ നാളുകൾ നമ്മുടെ യാധികൾ തീർന്നിടുവാൻ. വീണ്ടും പറയുന്നു, കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും.
ദൈവമക്കളെ, ഈ രണ്ട് ദൃശ്യങ്ങളാകട്ടെ, പുറകോട്ട് നോക്കുമ്പോൾ നമ്മളെ വിടുവിച്ച, പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് ആ നാശകരമായ അവസ്ഥയിൽ നമ്മളെ വിടുവിച്ച കർത്താവിന് മഹത്വം കൊടുക്കുവാൻ, മുൻപോട്ട് നോക്കുമ്പോൾ യുഗകാലം മുഴുവൻ നമ്മുടെ കർത്താവിനോട് കൂടെയുള്ള അനുഗ്രഹിക്കപ്പെട്ട അനുഭവം ഉണ്ടാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം ഇങ്ങനെ പറയുന്നു, നമുക്ക് അറിയാം, കർത്താവ് ഒരിക്കലും ഒരു അന്ധനായ മനുഷ്യനെ സൗഖ്യമാക്കി, അവൻ്റെ കണ്ണിലൊന്ന് തൊട്ടു. എന്നിട്ട് അവനോട് നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ എന്തുവാ, കാണുന്നൊക്കെയുണ്ട്, പക്ഷേ മനുഷ്യർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ എന്ന് പറഞ്ഞു. കാര്യം അവനെ നോക്കിയപ്പോൾ ഒന്നും കാണത്തില്ല. അതിപ്പോൾ ഇച്ചിരി കാഴ്ച കിട്ടി, ഇപ്പം കാണാൻ പറ്റുന്നത് മനുഷ്യനെയും കാണുന്നു, മരങ്ങളെയും കാണുന്നു, ഇവ തമ്മിലുള്ള വ്യത്യാസമൊന്നും അവന് കാണുന്നില്ല. കാര്യം എന്താ, മനുഷ്യനെന്നുള്ളതൊരു നിത്യമായ ജീവനാണ്. മരത്തിൻ്റെ ജീവിതം താൽക്കാലികമാണ്. ഈ എറ്റേണിറ്റിയും താൽക്കാലികതയും ടെമ്പറലും സ്ഥിരമായി നിൽക്കുന്നതും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള കാഴ്ച. അങ്ങനെയുള്ള വിശ്വാസികളല്ല ദൈവമക്കളെ നമ്മളായിരിക്കേണ്ടത്. നിത്യതയിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുവാൻ, നിത്യകാലം കർത്താവിനോട് കൂടെ വസിക്കുന്ന സന്തോഷത്തെ ഓർക്കുവാൻ നമുക്ക് കഴിയട്ടെ. അതിനായിട്ടാണ് ദൈവത്തിൻ്റെ വചനം, അതിവിലയേറിയ അതിമഹത്വമായ ദൈവവചനം, അതുപോലെ ദിവ്യശക്തി, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി, ദൈവകൃപ, ദൈവിക സമാധാനം നമ്മളിലുണ്ടായി വർദ്ധിച്ചു വരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.